അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ, ഒരു റാഗി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മൊരിഞ്ഞ റാഗി ദോശയും നല്ല വെള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ റാഗി ദോശ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പലരും റാഗിയുടെ അട, കുഴക്കട്ട ഇങ്ങനെ പല വിധത്തിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശരി, ഞാൻ കുറച്ച് റാഗിയും, അതായത് നമ്മുടെ പുല്ലും റാഗിയും കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിടുക കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക. ഈ 3-4 മണിക്കൂർ ഇടുമ്പം തന്നെ നമ്മുടെ റാഗിയും ഉഴുന്നും കുതിർന്നോളും. ഉലുവയും കൂടെ നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് മിക്സിയിൽ വിട്ടിട്ട് അരയ്ക്കാം കേട്ടോ. ഇപ്പം ഞാനിത് 3ഉം കൂടി വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. ഇതൊരു 3-4 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം ഞാനിരുന്ന് അരയ്ക്കും. അരച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതുപോലെ തന്നെ ദോശയ്ക്ക് വെക്കുന്ന പോലെ ഒരു 8 മണിക്കൂറോ 7 മണിക്കൂറോ 6 മണിക്കൂറോ അത് വയ്ക്കുക പുളിക്കാൻ. എന്നിട്ട് നമുക്ക് റാഗി ദോശ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വീട്ടിൽ പരീക്ഷിക്കണം കേട്ടോ. റാഗിയും ഉഴുന്നും ഉലുവയും കൂടെ വെള്ളത്തിലിടുന്നത്. നമ്മളിത് 3-4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. ഇത് നല്ലവണ്ണം നമ്മുടെ ദോശയുടെ പരുവത്തിൽ അരച്ചിട്ട് വരാം. നമ്മൾ നല്ലവണ്ണം മിക്സിയിൽ അരച്ചോണ്ട് വന്നു. അരച്ചിട്ട് ഇത് ഒരു 6-7 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വയ്ക്കുക. നമ്മൾ ദോശക്കൊക്കെ വെക്കൂലേ രാത്രി എന്ന് പറഞ്ഞ പോലെ പുളിക്കാൻ വയ്ക്കുക. അപ്പോൾ റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെക്കും. നാളെ ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. രാത്രി മൊത്തം 6 മണിക്കൂർ ഞാൻ വെക്കും കേട്ടോ. നേരം എടുക്കുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് നല്ല ഹെൽത്തിനും ഷുഗറിനും പ്രഷറിനൊക്കെ നല്ല ഇതാണെന്ന് റാഗിന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇതിന് പ്രത്യേകം പറഞ്ഞാൽ നല്ല കട്ടിയില്ലാതെ ദോശ ചുട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല. അത് ഇവിടെ അടച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗിയും ഉഴുന്നും ഒക്കെ കൂടെ അരച്ച് വച്ചേക്കുന്നു. ഇന്ന് രാത്രി വരെ ഇരിക്കട്ടെ. റാഗി ദോശയുടെ മാവൊക്കെ ശരിയായിട്ട് വന്നു. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ചട്നി വേണമല്ലോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ എടുത്തുവിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഉണ്ടാക്കണം, പക്ഷേ ഇവർ പോകുന്നതിന് മുമ്പ് സാമ്പാർ ആവില്ല കേട്ടോ. ഇന്ന് പണിക്കാരൻ ദീപമൊക്കെ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം മുറ്റം ഒടിച്ചു ആകമൊക്കെ അടിച്ച് വന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ തന്നെ പോകും. അപ്പോഴത്തേക്ക് സാമ്പാർ ആകത്തില്ല. ഇപ്പോൾ പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ തേങ്ങയൊക്കെ തിരുവി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. എനിക്കറിയാം ടൈം വൈകുമെന്ന്. കുറച്ച് തേങ്ങ എടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വെള്ളക്കടലയൊക്കെ ഇട്ട് ഇച്ചിരി പച്ചമുളകും ചെറിയ ഉള്ളി ഇല്ല കേട്ടോ. അപ്പോൾ നാളെ കേട്ടോ ഇനി ആയുർവേദ കടയിൽ പോകുമ്പോൾ നമുക്ക് മലയാളി കടയിൽ ചെന്ന് ചെറിയ ഉള്ളി എടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേബി പ്യാജാണ് ഇടുന്നത് കേട്ടോ. ചിലവർ പുളി ഇടാറില്ല. ഇത് ഇച്ചിരി പുളിയാണ് ഇടുന്നത്. എനിക്ക് ഇച്ചിരി പുളി വേണം കേട്ടോ. പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് ചമ്മന്തി അരക്കാം. ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ. നല്ല മൊരിഞ്ഞ ദോശ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ല പപ്പടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പപ്പടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി ചൂടോടെ കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ മറിച്ചിട്ടു നല്ല വെള്ളം മൊരിയട്ടെ. എല്ലാവരും വീട്ടിലൊന്നും ഇതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ റാഗിയുടെ ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. റാഗി കുഴക്കട്ട, റാഗി അട, റാഗി കൊണ്ടിട്ട് ദോശ, ഒത്തിരി സാധനങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് റാഗി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം ദോശ എന്ന് വിചാരിച്ചപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ ഈ ദോശയുമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടല്ലോ. അപ്പം നമ്മുടെ ദോശയും ചമ്മന്തി ശരിയായി.
അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. ഡെയിലി കാണുന്നുള്ളവരെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഇതൊക്കെ ഒന്ന് ചാനൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബൊക്കെ തരണം കേട്ടോ. ഇത് കണ്ടോ, നല്ലവണ്ണം പപ്പടം പോലെ ഇരിക്കുന്ന ദോശയാണ് കേട്ടോ. ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം, നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ പെറ്റിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരാം, നമ്മുടെ മോൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.